വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. ഇന്ന് വലിയൊരു മെഗാ അൺബോക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. എന്താ ഒരു 12 വണ്ടിയാണ് ടോട്ടൽ. നമുക്ക് കാനഡയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും കുഞ്ഞനിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ കോർവെറ്റാണ്. കിൻസ് മാർട്ടിൻ്റെ ചെറിയൊരു വിൻറ്റേജ് കാറാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. ഇതും കാനഡയിൽ നിന്ന് വന്നതാണ്. ഇതിന് കവറ് കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ കോർവെറ്റ്. ഡോർ ഓപ്പൺ ആവും. ഇതാണ് സാധനം. അപ്പോൾ എനിക്ക് തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ പെട്ടെന്ന് സൈഡിലോട്ട് വെച്ചിട്ട് അടുത്തടുത്ത വലിയ വലിയ അൺബോക്സിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് താങ്ക്സ് നമുക്ക് പറയേണ്ടത് എൻ്റെ അനിയൻ്റെ വൈഫിനോടും പിന്നെ എൻ്റെ കസിനായ മണിയണ്ണാനോടും വൈഫിനോടുമാണ്. പമ്മി എൻ്റെ ക്ലോസ് ഫ്രണ്ട് പോലെയാണ് പമ്മി. അപ്പോൾ രണ്ടുപേരോടാണ് താങ്ക്സ് പറയേണ്ടത്. അവരാണ് ദുബായിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ നമുക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ പാക്കിംഗ് പോലും പൊളിക്കായിരിക്കും, അത്ര അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി. സീക്കു കമ്പനിയുടെ ഒരു കാരവാൻ ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പോഷ് മെക്കേനും അതിൻ്റെ കൂടെയുള്ളൊരു കാരവാനുമാണ്. പിന്നെ ചെറിയ മിനിയേച്ചർ ഡയറോമാസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തു വെച്ച് നോക്കാം. ഇതാണ് വണ്ടി. ഇതതിൻ്റെ കാരവാൻ. ഇത് ഇതിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഒരെണ്ണം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. ഫോറിനിലൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഫുള്ളൊരു പിക്നിക് മോഡിലുള്ള ഇതാണ്. ഒരു പോഷിൻ്റെ മെക്കെയിൻ വണ്ടിയുണ്ട്, ഒരു കാരവാൻ ഉണ്ട്, പിന്നെ ഇത്രയും ചെറിയ ഹ്യൂമൻ ഫിഗേഴ്സ് ഡയറോമാസ് ഉണ്ട്. ഇത് 1:64 സൈസിലുള്ളതാണ്. ഹോട്ട് വീൽസിൻ്റെ ഒക്കെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന സെറ്റാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡയറോമ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഫോട്ടോ ഉണ്ടാവും. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക എല്ലാവരും. അടുത്ത നമ്മുടെ അൺബോക്സിങ് ഒരു ലിമോസിനാണ്. ഇത് ലൈസൻസ്ഡ് മോഡലൊന്നുമല്ല, അപ്പോൾ ആ ഒരു മോഡലാണ്. പക്ഷേ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടതെന്നുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഓൺലൈനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു ഇതിൽ കണ്ടതാണ്, അങ്ങനെ ഞാൻ മേടിച്ചത്. ഈ ഡോർ ഇങ്ങനെ മുകളിലോട്ട് തുറക്കുന്നതാണ്. പിന്നെ ഇത് ഈ ഡോറും ബാക്കിലും ഡോറും മുകളിലോട്ട് തുറക്കുന്നുണ്ട്. ബൂട്ട് തുറക്കുന്നുണ്ട്. എൻജിൻ തുറക്കുന്നില്ല. ഇതാണ് സാധനം. ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പകൽ ടൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ അത്രയും കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇവനെ നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ ഒരു ഏകദേശം 90s 80s കിഡ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ഒരു കാർട്ടൂണുണ്ട്, സ്കൂബി ഡൂബിഡു. അതിൻ്റെ മിസ്റ്ററി മിഷനും സ്കൂബിയും ഷാഗിയും. ഇതാണ് വണ്ടി. ഇത് ദുബായിൽ നിന്നാണ് വണ്ടി മേടിച്ചത്. നമ്മൾ ഒരുപാട് നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സാധനം. ഇതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഉണ്ടെങ്കിലും ഭയങ്കര വിലയാണ്. ആൻഡ് ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ഇത് വിത്ത് ക്യാരക്ടേഴ്സ് സ്കൂബിയും ഷാഗിയും അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് ഇത് വരുത്തിയതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. എൻ്റെ ഫേവറേറ്റ് കാർട്ടൂണായിരുന്നു സ്കൂബി ഡൂബിഡു. അവൻ്റെ ഗോസ്റ്റ് ഹണ്ടിങ്ങും ഈ മിസ്റ്ററി മിഷനും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു വെയിറ്റിന് ശേഷം ഏകദേശം ഏപ്രിൽ ആയപ്പോഴത്തേക്കും നാട്ടിലെത്തിയായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല, മോൻ്റെ എക്സാമും കാര്യങ്ങളും എല്ലാം ആയിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ മോൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരാഴ്ചത്തേക്ക് വേണ്ടി നാട്ടിലോട്ട് ഓടിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ മിസ്റ്ററി മിഷനും ഷാഗിയും സ്കൂബിയും. മിസ്റ്ററി മിഷൻ
സെല്ലോ ടേപ്പൊക്കെ കളഞ്ഞിട്ട് നോക്കാം. ജെഡ ടോയ്സിൻ്റെ മേക്ക് ഒന്ന് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നല്ല ഡീറ്റെയിലിംഗ് ആണ്. അതാണ് ഇവിടെ ഒരു മെയിൻ കാര്യം. ഡോർ ഓപ്പൺ ആവും. സ്കൂബിഡു കാർട്ടൂൺ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഈ മിസ്റ്റർ മിഷനാണ് അവരെല്ലാ സ്ഥലത്തിലും പ്രേതങ്ങൾ പിടിക്കാൻ പോകുന്ന വണ്ടി. ഇതാണ് ഫുൾ വണ്ടി. പിന്നെ ഷാഗിയും ഡൈകാസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. സ്കൂബി ഡൈകാസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഷാഗി ഡൈകാസ്റ്റ് ആണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കൂബിയും ഷാഗിയും അവരുടെ വണ്ടിയും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എൻ്റെ കസിൻ മണിയണ്ണാനോടും വൈഫ് പമ്മിയോടും. കാരണം ദുബായിൽ നിന്ന് ഏകദേശം 7 വണ്ടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 7 കാറുകൾ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കവറോടുകൂടിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് ഒത്തിരി താങ്ക്സ്. ലവ് യു ബോത്ത്. പറഞ്ഞല്ലോ, ഒരു ഫാമിലി എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെയും മോൻ്റെ ക്രേസ് കണ്ടിട്ടാണ് അവർ ഇത് ചെയ്തത്. അപ്പോൾ ഒത്തിരി 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 താങ്ക്സ് മണിയണ്ണ, പമ്മി. ഇതാണ് നമ്മുടെ അടുത്ത കാർ. ഇത് 1:18 മോഡലാണ്. സോളിഡോ കമ്പനിയുടെ ആണ്. നിസാൻ സ്കൈലൈൻ GTR. ഇതാണ് നമ്മുടെ നിസാൻ GTR. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. സോളിഡോയുടെ പറയുന്നുണ്ടല്ലോ, അടിപൊളി ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഇതാണ്. പിന്നെ ഇതിൻ്റെ കണ്ണാടി മിററൊക്കെ, സൈഡ് മിറേഴ്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ കാർ. ഇതിൻ്റെ പ്രത്യേകത, സോളിഡോട് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഡോർ ഓപ്പൺ ആവും. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് അതിനുള്ളിൽ ഇതൊക്കെ ഫിക്സ് ചെയ്യാം. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഇതൊക്കെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് മിറർ ഫിക്സ് ചെയ്യാം ഞാൻ ആദ്യം. അത് കഴിഞ്ഞ് വീഡിയോ കാണാം. നിസാൻ മോട്ടോർ ട്രേഡ് മാർക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മെല്ലെ തുറക്കാം. സോളിഡോയുടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കാർ. ഇൻസ്ട്രുമെൻ്റ് പൊട്ടിച്ച് തുറക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ തുറക്കാമല്ല. വാവ്, ഇതിൻ്റെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിലിംഗ്. സൂക്ഷിച്ച് തുറന്നില്ല, മോൻ എന്നെ കൊല്ലും. അവനവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അവനാണ്. അവനവിടെ നിന്ന് എന്നെ ദേഷ്യപ്പെടുവാണ് മെല്ലെ തുറക്കാൻ പറഞ്ഞ്. അപ്പം ഇതാണ് കാർ. ഇതിൻ്റെ ബൂട്ടൊന്നും ഓപ്പൺ ആവില്ല, ഫ്രണ്ടും ഓപ്പൺ ആവില്ല. ഇപ്പം ഇൻറ്റീരിയർ കാണാം നിങ്ങൾക്ക്. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. സോളിഡോ ആണ് കമ്പനി. നമ്മുടെ അടുത്ത അൺബോക്സിങ് നിസാൻ GTR. നല്ല സൂപ്പർ സാധനം, നല്ല വെയിറ്റും ഉണ്ട്, നല്ല സൂപ്പർ കളർ. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. സ്പോയിലർ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എക്സോസ്റ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്കിവിടെ വയ്ക്കാം. അടുത്ത് നമ്മുടെ അൺബോക്സിങ് ഇവനാണ്. ബുഗാട്ടി ടൈപ്പ് 59 1934 മോഡൽ. ഒരു വിൻറ്റേജ് കാറാണ്. അപ്പോൾ നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇതും ദുബായിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ കലാകാരൻ. ഇതാണ് നമ്മുടെ വിൻറ്റേജ് കാർ ബുഗാട്ടിയുടെ. ഞാൻ പറഞ്ഞല്ലോ 1934 മോഡൽ. ഒരുപാട് മൈന്യൂട്ടായ പാർട്സാണ്. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെയാണ് ആസ് യൂഷ്വൽ. ഒരുപാട് ചെറിയ ചെറിയ പാർട്സാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത് ഡൈകാസ്റ്റ് മെറ്റലാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഡീറ്റെയിലിംഗ് അടിപൊളിയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പിനി ഉണ്ട്. പിന്നെ സ്റ്റീറിങ് തിരിച്ചാൽ ടയർ ഇതാവും. പിന്നെ ബുഗാട്ടിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്, ലോഗോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം ബാക്കി. നമ്മുടെ കാർ ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റ്, ചെറിയൊരു ഇവിടെ ഒരു സൈഡ് മിററുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ പോർഷൻ ഓപ്പൺ ആവുന്നുണ്ട്. സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ ഓപ്പൺ ആണ്. പിന്നെ ചെറിയ ബെൽറ്റ് ഉണ്ട്. ഇത് വണ്ടിയുടെ തന്നെ കാറിലുള്ള ഫിക്സിംഗ് ആണ്. ഞാൻ ഇത് അടച്ചിട്ട് ഈ ബെൽറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. പഴയ വണ്ടിയല്ലേ, 34 മോഡലല്ലേ, സോ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. എന്നിട്ട് ഈ ബെൽറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇതാണ് അപ്പോൾ നമ്മുടെ ബുഗാട്ടിയുടെ വിൻറ്റേജ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടനെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് പാർട്ട് 2 ഇതിൻ്റെ തന്നെ വീഡിയോ വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് അൺബോക്സിങ് എത്ര വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ മെഗാ അൺബോക്സിംഗ് ആണ്. സോ എൻ്റെ പാർട്ട് 2 കാണാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.